ഹായ്. ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുവാണ് കേട്ടോ. ഓക്കെ. എനിക്ക് കൊറോണയൊന്നുമില്ല. ഇല്ല, ഇത് അതല്ല, ആക്ച്വലി ഇത് നമ്മുടെ ഒരു രീതിയാണ്. ഞാൻ തരാം. അല്ല, ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ടല്ലോ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സാനിറ്റൈസർ. കാരണം പ്രശ്നേഷിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും സാനിറ്റൈസ് ചെയ്യാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോ എങ്ങനെ പോണു വീഡിയോസും കാര്യങ്ങളൊക്കെ? ട്രോൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ? കാണുന്നുണ്ട്. നമ്മള് വരുന്ന അറിയുന്നുണ്ട്, എല്ലാം കയറി നോക്കാനുള്ള ടൈം കിട്ടാത്തോണ്ട് നമ്മളങ്ങനെ എല്ലാം ശ്രദ്ധിക്കാറില്ല. ഈ ഇടയ്ക്ക് നിങ്ങളുടെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു വിസിലിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പാണ്. പക്ഷെ അത് ഒരു ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് അത് ദഹിച്ചില്ല. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു പോകും. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തത്ര ചിരിച്ചെന്നറിയോ? ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് ഒടുക്കത്തെ ചിരി ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. കാരണം നമ്മള് ഇങ്ങനെ ഇന്റർവ്യൂസിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിസിൽ കൊടുക്കുകയാണെങ്കിൽ പുതിയ സാധനങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. അത് എന്താ പറയാ, ഹൈജീൻ ആയിരിക്കും എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് അത് സാനിറ്റൈസ് ചെയ്യും, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി? അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് എനിക്ക് ആദ്യമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.